ഹരി ഓം. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധത്തിലെ 18-ാം അധ്യായം വ്യാഖ്യാനിച്ച് അർത്ഥം പറയുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ പഞ്ചമസ്കന്ധേ അഷ്ടദശോധ്യായം. ഹരി ഓം. ശ്രീശുക ഉവാച. തഥാ ച ഭദ്രശ്രവാ നാമ ധർമ്മസുതസ്തത്കുലപതയാ പുരുഷാ ഭദ്രാശ്വവർഷേ സാക്ഷാത് ഭഗവതോ വാസുദേവസ്യ പ്രിയാം തനും ധർമ്മമയീം ഹയശീർഷാഭിധാനം പരമേണ സമാധിന സന്നിധാപ്യേദം അഭിഗൃണന്ത ഉപധാവന്തി. വലിയ പ്രയാസമൊന്നുമില്ല. ഇച്ചിരി നമ്മളൊന്ന് ശ്രദ്ധിച്ച് വായിച്ച് തീർക്കാവുന്നേ ഉള്ളൂ. താരതമ്യം വലിയ അധ്യായമാണത് കേട്ടോ. അപ്പോൾ അത് 2-3 ഫയലായിട്ടേ നമുക്കിടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമുക്ക് ചെയ്യാം. എനിക്ക് തോന്നുന്ന 39-40 ഉള്ള ശ്ലോകങ്ങളുണ്ട് ഇതിനകത്ത്. ശ്ലോകങ്ങളിൽ ഇത് തന്നെയാണ്. കുറേയൊക്കെ ശ്ലോകങ്ങളുമുണ്ട്. ശ്രീശുക ഉവാച. തഥാ ച ഭദ്രശ്രവാ നാമ ധർമ്മസുത തത് സ വെട്ടിക്കളഞ്ഞത് ധർമ്മസുത തത് കുലപതയ പുരുഷ ഭദ്രാശ്വവർഷേ സാക്ഷാത് ഭഗവതോ വാസുദേവസ്യ പ്രിയാം തനും ധർമ്മമയീം ഹയശീർഷാഭിധാനാം പരമേണ സമാധിന സന്നിധാപ്യ ഇദം അഭിഗൃണന്ത. സന്നിധാപ്യ ഇദം അഭിഗൃണന്ത എന്നാണ് വാക്ക് കേട്ടോ. അതങ്ങനെ തന്നെ വായിച്ചാൽ മതി. ഇപ്പം സന്നിധാപ്യേദം അഭിഗൃണന്ത എന്ന് വായിക്കാം, കുഴപ്പമൊന്നുമില്ല. സന്നിധാപ്യേദം എന്നിട്ട് പിന്നെ ആ മാ വെട്ടിയിട്ട് അഭിഗൃണന്ത എന്നാക്കിക്കോ, അതായാലും മതി. എല്ലാം 2-3 പിരിക്കേണ്ടി വരും. സന്നിധാപ്യ ഇദം അഭിഗൃണന്ത ഉപധാവന്തി എന്ന് അത് വേണ്ട. സന്നിധാപ്യേദം അഭിഗൃണന്ത മം നാക്കിയിട്ട് ദം നാക്കിയിട്ട് സന്നിധാപ്യേദം മാ വെട്ടിയിട്ട് അവിടെ ആ സ്ഥാനത്ത് ആ എഴുതുക. അഭിഗൃണന്ത ഉപധാവന്തി. തഥാച അതേപോലെ ഭദ്രശ്രവ നാമ ഭദ്രശ്രവസ് എന്ന പേരായ ധർമ്മസുത ധർമ്മപുത്രനും ധർമ്മദേവൻ്റെ പുത്രനും തത് കുലപതയ പുരുഷ അവൻ്റെ കുലസ്ഥിരെ ശ്രേഷ്ഠമായ മറ്റുള്ള ആൾക്കാർ ഭദ്രാശ്വവർഷ എന്ന പേരുള്ള ആ സ്ഥലത്ത് സാക്ഷാത് ഭഗവത വാസുദേവസ്യ ആ ഭഗവാനായ വാസുദേവൻ്റെ ധർമ്മം തന്നെ ഒരു രൂപം ധരിച്ച ഹയശീർഷാഭിധാനം ഹയഗ്രീവൻ എന്ന പേരോടുകൂടി പ്രിയയായിട്ടുള്ള തനും രൂപത്തെ പരമേണ ഉത്കൃഷ്ടമായ സമാധി കൊണ്ട് ഉറപ്പിച്ചിട്ട് സന്നിധാപ്യ അത് സന്നിധാനം ചെയ്തിട്ട് ഇതം അഭിഗണന്ത ഇതിനെ ഉച്ചരിക്കുന്നവരായിട്ട് ഉപധാവന്തി. ഇതെല്ലാം മന്ത്രങ്ങളാണ് ഇനി പറയുന്നതൊക്കെ. ഭദ്രശ്രവസ ഊചു ഇത് മന്ത്രമാണ്, അതിനർത്ഥം ഒന്നും പറയുന്നില്ല. ഓം നമോ ഭഗവതേ ധർമ്മായാത്മവിശോധനായ നമോ നമ ഇതി. നമ്മൾ വിചാരിക്കുന്നത് പഞ്ചമസ്കന്ധം അത്ര പ്രാധാന്യമുള്ളതല്ലെന്ന് ആരാ പറയുന്നതെന്ന് വെച്ചാൽ ആചാര്യന്മാരാണ് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇത് മുഴുവൻ നമ്മളെ പഠിപ്പിക്കാനോ പറഞ്ഞു തരാനോ പറ്റില്ല. അത് മന്ത്രങ്ങളായതുകൊണ്ട് തന്നെ അത് മന്ത്രങ്ങൾ ഉപദേശിച്ച് കൊടുക്കണമെങ്കിൽ ചില വിധികളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അർത്ഥമൊക്കെ നമ്മൾ എവിടെയെങ്കിലും വായിച്ച് മനസ്സിലാക്കും. അത് അർത്ഥം മനസ്സിലാക്കിയിട്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ അത് മന്ത്രങ്ങളായതുകൊണ്ട് അത് നന്നായിട്ട് തന്നെ ഉച്ചരിക്കുന്നതിനകത്ത് തെറ്റ് വരാതെ ഉച്ചരിച്ച് വായിച്ചാൽ മാത്രം മതി. മന്ത്രങ്ങളാണത്. അതുകൊണ്ട് തന്നെയാണ് അത് പ്രാധാന്യമുള്ളതാണെന്ന് പറയുന്നത്. അത് പണ്ഡിതന്മാരെ സംബന്ധിച്ചും ഉപാസകരെ സംബന്ധിച്ചും പ്രാധാന്യമുള്ളതാണ്. നമ്മൾ വായിക്കാൻ പഠിക്കുന്നവരെ സംബന്ധിച്ച് അതിനൊരു ഇത് കൊടുക്കുന്നില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അത് വായിക്കണം. കാരണം നമ്മൾ ഭഗവാന്റെ ഉപാസകരാണ്, ഭാഗവതം ഉപാസിക്കുന്നവരാണ്. അദ്ദേഹം പറയുന്നുണ്ടല്ലോ ഉപാസിക്കുന്നവർ എന്നുള്ളതിൻ്റെ കാര്യം. അപ്പം നമ്മളതിനെ അതുപോലെ ഭദ്രമായിട്ട് കരുതുന്നതായതുകൊണ്ട് വായിക്കുന്നതിൽ തെറ്റ് വരാൻ പാടില്ല. മന്ത്രങ്ങളാണ്. അതുകൊണ്ട് ഭദ്രശ്രവസ ഊജു. ഓം നമോ ഭഗവതേ ധർമ്മായ ആത്മവിശോധനായ നമോ നമ ഇതി. 3 അഹോ വിചിത്രം ഭഗവത് വിചേഷ്ടിതം ഗ്രന്ഥം ജനോയം ഹി മിഷന്ന പശ്യതി ധ്യായന്നസദ് ഹിർഹി വികർമ്മസേവിതും നിർഹൃത്യ പുത്രം പിതരം ജിജീവിഷതി. അതൊന്നും പറയാനില്ല. വിദന്തി വിശ്വം കവയസ്മനശ്വരം പശ്യന്തി ചാധ്യാത്മവിദോ വിപശ്ചിതഃ
തഥാഭിമുഹ്യന്തി തവാജമായയാ സുവിസ്മിതം കൃത്യമജം നതോസ്മിതം വദന്തി വിശ്വം കവയസ്മനശ്വരം പശ്യന്തി ചാധ്യാത്മവിദോ വിപശ്ചിതഃ തഥാഭിമുഹ്യന്തി തവാജമായയാ സുവിസ്മിതം കൃത്യമജം നതോസ്മിതം. അതിനകത്തും കോമ ഇടാനൊന്നുമില്ല. വിശ്വോദ്ഭവസ്ഥാന കോമ നിരോധകർമ്മതേ ഹ്യകർത്തുർ അംഗീകൃതം അപ്യപാവൃതം. ഇവിടെയുണ്ട് ഹി അകർത്തു ഹി അകർത്തു ഹി അകർത്തുഹു അകർത്തുഹു ഹി അകർത്തുർ അംഗീകൃതം എന്നെഴുതുക, വായിക്കുക. വിശ്വോദ്ഭവ കോമ സ്ഥാനനിരോധ കർമ്മത്തെ വായിച്ചല്ലോ, ശരിയാക്കിയല്ലോ. പിന്നെ ഹ്യകർത്തുരംഗീകൃതം എന്നാക്കുക. എന്നിട്ട് മാ വെട്ടിയിട്ട് ആ മായുടെ സ്ഥാനത്തൊരു ആ എഴുതുക. അപ്യപാവൃത അഭി അപാവൃത. യുക്തം ന ചിത്രം ത്വയി കാര്യകാരണേ സർവാത്മനി വ്യതിരിക്തേ ച വസ്തുതഃ. 6. വേദാന്യുഗാന്തേ തമസാ തിരസ്കൃതാൻ രസാതലാത് യോ നൃതുരംഗ വിഗ്രഹ. നൃതുരംഗ കഴിഞ്ഞ് കോമ ഇടുക. രസാതലാത് യോ രസാതലാത് യോ എന്നൊന്ന് എഴുതിയിരിക്കുന്നവരാണ് രസാതലാത് യോ എന്ന് വായിച്ചാൽ മതി. നൃതുരംഗ വിഗ്രഹ പ്രത്യാദതേ വൈ കവയേഭിയാചതേ തസ്മൈ നമസ്തേ വിദധേഹിതായ ഇതി. തസ്മൈ നമസ്തേ വിദധേഹിതായ ഇതി. 7. ഹരിവർഷേ ചാപി ഭഗവൻ നരഹരിരൂപേണ അസ്തേ. ഹരിവർഷേ ചാപി ച അപി എന്നാണ് ചാപി എന്ന് എഴുതിയിരിക്കുന്നത്. ഹരിവർഷേ ചാപി ഭഗവാൻ പിന്നെ ഭഗവാൻ എന്നുള്ള ഇന്ന് എഴുതി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ഇന്ന ഇരിക്കാത്ത നായേ ഉള്ളൂ. നരഹരി രൂപേണാസ്തേ. തത് രൂപഗ്രഹണ നിമിത്തം ഉത്തരത്രാഭിധാസ്യേ. തദ്രൂപഗ്രഹണ നിമിത്തം ഉത്തരത്ര അഭിധാസ്യേ. തദ്രൂപഗ്രഹണ നിമിത്തം ഉത്തരത്ര അഭിധാസ്യേ. ഉണ്ടോ? ഉത്തരത്ര കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആ നീട്ടുണ്ട്, അത് അഭിധാസ്യേ എന്നുള്ള അതിൻ്റെ ആയാണ് അവിടെ ആ നീട്ട് വന്നിരിക്കുന്നത്. അഭിധാസ്യേ വാക്കങ്ങനെയാണ്. തദ്ദയിതം രൂപം മഹാപുരുഷ ഗുണഭാജനോ മഹാഭാഗവതോ ദൈത്യ ദാനവ കോമ കുലതീർത്ഥീകരണ ശീലാചരിത കരണ കഴിഞ്ഞ് കോമ ശീലാചരിത പ്രഹ്ലാദോ വ്യവധാന കഴിഞ്ഞിട്ട് അനന്യഭക്തി യോഗേന വ്യവധാനാനന്യ എന്ന് വച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പ്രഹ്ലാദോ വ്യവധാന എന്നേ ഉള്ളൂ. പിന്നെ ഞാൻ നീട്ടിരിക്കുന്നത് അനന്യ എന്നുള്ളതിൻ്റെ ആയാണ്. അപ്പം അനന്യഭക്തി യോഗേന സഹ തദ്വർഷപുരുഷൈർ ഉപാസ്തേ ഇതം ച ഉദാഹരതി ചേതോഹരതി എന്നാണ്. ച ഉദാഹരതി എന്ന് നിങ്ങൾ വായിച്ച് പഠിക്കുക, അതാണ് ശരി, കേൾക്കാൻ ഭംഗി. ഹരിവർഷേ ചാപി ഭഗവാൻ നരഹരിരൂപേണ അസ്തേ തദ്രൂപഗ്രഹണ നിമിത്തം ഉത്തരത്ര അഭിധാസ്യേ തദ്ദൈതം രൂപം മഹാപുരുഷഗുണഭാജനോ മഹാഭാഗവതോ ദൈത്യദാനവ കുലതീർത്ഥീകരണ ശീലാചരിത പ്രഹ്ലാദോ വ്യവധാന അനന്യഭക്തിയോഗേന സഹ തദ്വർഷപുരുഷൈരുപാസ്തേ ഇതം ചോദാഹരതി. 8. ഓം നമോ ഭഗവതേ നരസിംഹായ. നമസ്തേജസ്തേജസേ ആവിരാവിർഭവ വജ്രനഖ വജ്രദംഷ്ട്ര കർമാശയാൻ രന്ധയ തമോ ഗ്രസ ഓം സ്വാഹ. അഭയം ആത്മനി ഭൂയിഷ്ഠ ഓം ശ്രൗം. മന്ത്രങ്ങളാണ്. ഓം നമോ ഭഗവതേ നരസിംഹായ. നമസ്തേജ തേജസേന. അതാ നമസ്തേജസ് എന്ന് എഴുതിയിരിക്കുന്നത്. സ അവിടെ വന്നിട്ടുണ്ട്, അത് പറയാൻ സ നമസ്തേജ കഴിഞ്ഞിട്ടുള്ള സ പറയാൻ പറ്റുന്നവരത് പറഞ്ഞു, അല്ലാത്തവരത് വെട്ടിക്കളഞ്ഞേച്ച് നമസ്തേജസേ എന്ന് പറഞ്ഞാലും മതി.
നമസ്തേജസ് തേജസേ. 2 തേജസ്സുണ്ട് അവിടെ. നമ കഴിഞ്ഞിട്ട് തേജസ് തേജസേ. ആവിരാവിർഭവ വജ്രനഖ വജ്രദംഷ്ട്ര കർമാശയാൻ രന്ധയ രന്ധയ തമോ ഗ്രസ ഗ്രസ. ഓം സ്വാഹ. അഭയം അഭയം ആത്മനി ഭൂയിഷ്ഠ. ഓം ശ്രൗം. 9. സ്വസ്ത്യസ്തു വിശ്വസ്യ ഖല പ്രസീദതാം ധ്യായന്തു ഭൂതാനി ശിവം മിഥോ ധിയാ മനശ്ച ഭദ്രം ഭജതാദധോക്ഷജ ആവേശ്യതാം നോ മതിരപ്യഹൈതുകി മതി അപി അഹൈതുകി. സ്വസ്ത്യസ്തു വിശ്വസ്യ ഖല പ്രസീദതാം ധ്യായന്തു ഭൂതാനി ശിവം മിഥോ ധിയാ മനശ്ച ഭദ്രം ഭജതാദ അധോക്ഷജ ആവേശ്യതാം നോ മതിരപ്യഹൈതുകി മതിർ അപി അഹൈതുകി. മതി ബുദ്ധി മതി അപി ഹൈതുകി അഹൈതുകി. അപ്പോൾ ഒന്നിച്ച് വായിച്ചാൽ മതി. നോ മതിരപ്യഹൈതുകി. 10. മാകാരധാരാത്മജ കോമ വിത്തബന്ധുഷു. മാ എന്നുള്ളൊരു ഇതാകണം കേട്ടോ. മായുടെ കൂട്ടത്തിൽ നീട്ട് മാ എന്നേ ഉള്ളൂ. മാ അകാര അകാര എന്നാണ് ആ വാക്ക്. അകാര ധാരാത്മജ. മാ അകാര ധാരാത്മജ എന്നാണ് ആ വാക്ക്. മാ അകാര ധാരാത്മജ കഴിഞ്ഞ് കോമ ഇടുക. വായിക്കുന്ന അങ്ങനെ തന്നെ വായിച്ചാൽ മതി. പക്ഷെ നിങ്ങൾ അറിയാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. മാ അകാരയാണ്. മാ അകാര എന്നായത് കേട്ടോ. അകാരയാണ് ആ വാക്ക്. ധാരാത്മജ ഭവനം എന്നുള്ള അർത്ഥമാണ് അതിന് പറയുന്നത്. അകാരം അകാര ധാര ആത്മജ. ധാരം ഭാര്യ, ആത്മജം പുത്രൻ, വിത്ത ബന്ധുഷു ധനം ബന്ധുക്കളൊക്കെ. സംഘോ യതി സ്യാത് ഭവത് പ്രിയേഷു നഹ യ പ്രാണവൃത്യാ പരിതുഷ്ട ആത്മവാൻ സിദ്ധ്യത്യ ദൂരാത് ന തഥേന്ദ്രിയപ്രിയ തഥാ ന. കണ്ടോ? സിദ്ധി അതി അദൂരാത്. സിദ്ധ്യതി അദൂരാത് ന. അദൂരാത് നാന്ന. അപ്പം സിദ്ധ്യതി അദൂരാന്ന. സിദ്ധ്യത്യദൂരാന്ന. ആ സിദ്ധ്യത്യ എന്നുള്ളിടത്തിൻ്റെ മുകളിൽ ആ ഒന്ന് എഴുതി വയ്ക്കുക. ഇത്യ എന്നുള്ള അക്ഷരത്തിൻ്റെ മുകളിൽ ഇത്യ എഴുതിയിരിക്കുന്ന ഇത്യ എന്നുള്ളിരിക്കുന്ന ആ ചിഹ്നമില്ലേ ഇത്യായുടെ, ആ ചിഹ്നത്തിൻ്റെ അവിടെ ഒരു ആ എഴുതി വെച്ചാൽ നമ്മൾ വായിക്കുമ്പോൾ അദൂരാത് നാന്ന് വരും. അദൂരാത് ന. സിദ്ധ്യത്യദൂരാത് ന തഥേന്ദ്രിയപ്രിയ. വായിച്ച കിട്ടിയില്ലേ? മാകാരധാരാത്മജ വിത്തബന്ധുഷു സംഘോ യതി സ്യാത് ഭഗവത് പ്രിയേഷു ന യ പ്രാണവൃത്യാ പരിതുഷ്ട ആത്മവാൻ സിദ്ധ്യത്യദൂരാത് ന തഥേന്ദ്രിയപ്രിയ. യത്സംഗലബ്ധം നിജവീര്യസംഭവം തീർത്ഥം മുഹു സംസ്പൃശതാം ഹി മാനസം ഹരത്യജോന്ത ശ്രുതിഭിർഗതോങ്കജം കോ വൈ ന സേവേത മുകുന്ദവിക്രമം. യസ്യാസ്തി ഭക്തിർ ഭഗവത്യകിഞ്ചന സർവൈർ ഗുണൈസ്തത്ര സമാസതേ സുരാഹ. ഹരാവഭക്തസ്യ കുതോ മഹദ്ഗുണ. മനോരഥേനാസതി ധാവതോ ബഹിഃ. യസ്യാസതി ഭക്തിർ ഭഗവതി അകിഞ്ചന. ഭഗവതി ഭഗവാനിൽ, അകിഞ്ചന. പിന്നെ സർവൈർ ഗുണൈസ്തത്ര സമാസതേ സുരാഹ. സമാസതേ. പിന്നെ ഹരാവഭക്തസ്യ, ഹരൗ അഭക്തസ്യ എന്നാണ് ആ വാക്ക് കേട്ടോ വരുന്നത്. നമ്മൾ ഹരാവഭക്തസ്യ എന്ന് വായിച്ചാൽ മതി. ഹരൗ അഭക്തസ്യ
കുതോ മഹദ്ഗുണ മനോരഥേനാസതി മനോരഥേനാസതി അസതി മനോരഥേന അസതി ധാവതോ ബഹി മനോരഥേന അസതി ധാവതോ ബഹി. പിന്നെ ഹരിർഹി സാക്ഷാത് ഭഗവാൻ ശരീരിണാമാത്മാക്ഷാണാമിവ തോയമീപ്സിതം ഹിത്വാ മഹാംസ്തം യദി സജ്ജതേ ഗൃഹേ തഥാ മഹത്വം വയസാ ദമ്പതീനാം. ഹരിർഹി സാക്ഷാത് ഭഗവാൻ ശരീരിണാം എന്നാക്കുക. പിന്നെ മാ വിട്ടിട്ട് ആത്മാജഷാണാമിവ തോയമീപ്സിതം ഹിത്വാ മഹാംസ്തം യദി സജ്ജതേ ഗൃഹേ തഥാ മഹത്വം വയസാ ദമ്പതീനാം. ഇത്രേ ഉള്ളൂ. അത് 15 വരെ നമുക്ക് ഇന്ന് നോക്കാം. തസ്മാത് രജോരാഗ വിഷാദമന്യു മാനസ്പൃഹ എന്ന് തന്നെയാണ് വാക്ക് കേട്ടോ. മന്യും ആനസ്പൃഹ എന്നും അല്ല. തസ്മാത് രജോരാഗ വിഷാദമന്യു മാനസ്പൃഹ എന്ന് തന്നെ വായിക്കണം. മായുടെ അവിടെ മാന എന്നുള്ള ആ മായുടെ അവിടെ ഒരു ടിക്കിട്ടേരെ. ആ മാന്ന് തന്നെ അവിടെ വായിക്കേണ്ടത്. അവിടെ 0 ഇട്ടിട്ട് ഇപ്പോഴേ ആയല്ല വായിക്കേണ്ടത്. മനസ്സിലായോ? ഒരുപാടെണ്ണം അങ്ങനെ വരുന്നത് കൊണ്ട് ഇതും അങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് വിചാരിക്കും. അങ്ങനെ ഓർത്ത് അങ്ങനെ ചെയ്യും. അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത്. അതങ്ങനെയല്ല. തസ്മാത് രജോരാഗ വിഷാദമന്യു മാനസ്പൃഹ ഭയ ദൈന്യാധിമൂലം. മാനസ്പൃഹ എന്നുള്ളത് ദീർഘം കൊണ്ട് താനും കേട്ടോ. മാനസ്പൃഹ ഭയ ദൈന്യാധിമൂലം ഹിത്വാ ഗൃഹം സംസൃതി ചക്രവാളം നൃസിംഹപാദം ഭജത അകുതോഭയം. ഇതുപോലെ അകുതോഭയം പേടി കൂടാതിരിക്കുന്ന നൃസിംഹമൂർത്തിയെ പാദത്തെ ഭജിക്കുന്നു. ഇതി അത്രയേ ഉള്ളൂ എന്ന്. 15 കേതുമാലേപി ഭഗവാൻ കാമദേവസ്വരൂപേണ ലക്ഷ്മ്യാ പ്രിയചികീർഷയാ പ്രജാപതേർ ദുഹിതൃണാം എന്ന് വായിക്കണം. ത്രൂന്ന് വായിക്കരുത്. തൃണാം പുത്രാണാം തത് വർഷപതീനാം എന്ന്. പുരുഷായുഷ പിന്നെ ആ ഷായുടെ നീട്ടുണ്ടല്ലോ, ഷാ എന്ന് എഴുതിയിരിക്കുന്നത്. പുരുഷായുഷ അഹോരാത്ര പരിസംഖ്യാനാനാം യാസാം ഗർഭ മഹാപുരുഷ അസ്ത്രതേജസോദ്വേജിത മനസാം. മഹാസ്ത്രതേജസ് നിമിത്തം മഹാപുരുഷ മഹാസ്ത്രതേജസ ഉദ്വിജ മനസാം. ഉദ്വേജിത മനസ്സ. ഉദ്വേജിത കേട്ടോ, ഉദ്വേജിതല്ല. മഹാസ്ത്രതേജസ വായിക്കാം. മഹാസ്ത്രതേജസ മഹാപുരുഷ മഹാസ്ത്രതേജ. അത് ഒറ്റ വാക്കാണേ. മഹാപുരുഷ മഹാസ്ത്രതേജസ. തേജസ എന്ന് മതി. ഓയുള്ള ഇട്ടേക്ക്. എന്നിട്ട് ഉദ്വേജിത മനസ്സ വിധ്വസ്ത വ്യസവ സംവത്സരാന്തേ വിനിപതന്തി. ഹരി ഓം. ഇതും കൂടെ വായിക്കാം. അതീവ സുലളിതഗതിവിലാസ വിലസിത രുചിര ഹാസലേശാവലോകലീലയാ കിഞ്ചിദുദ്ധംഭിത സുന്ദരഭ്രൂമണ്ഡല സുഭഗവദനാരവിന്ദ ശ്രിയാരമാം രമയന്നിന്ദ്രിയാണി രമയതേ. അതീവ സുലളിത ഗതിവിലാസ വിലസിത രുചിരഹാസലേശാവലോകലീലയാ. രുചിരഹാസ കഴിഞ്ഞ് കോമായിട്ടു. ലേശാവലോകലീലയാ കിഞ്ചിത് ഉത്തംഭിത
കിഞ്ചിത് ഉത്തംഭിത എന്ന് വായിക്കണം അവിടെ. എന്നിട്ട് സുന്ദര ഭ്രോമണ്ഡല കോമ സുഭഗ വദനാരവിന്ദശ്രിയാ രമാം രമയൻ ഇന്ദ്രിയാണി രമയത്തെ. എല്ലാ വാക്കുകളും എഴുതിയ രമാം രമയൻ, പിന്നെ അവിടെ ഇന്നി എന്നുള്ളിടത്ത് ഇന്ദ്രിയാണി രമയത എന്ന് ഈ എന്ന് എഴുതിയാൽ മതി. അപ്പം നിങ്ങൾ ഇന്ദ്രിയാണി എന്ന് വായിക്കും. 17 തദ്ഭഗവതോ മായാമയം രൂപം പരമസമാധിയോഗേന രമാദേവി സംവത്സരസ്യ രാത്രിഷു പ്രജാപതേർ കോമ ദുഹിതൃഭിർ എന്നെഴുതുക. എന്നിട്ട് ഉപേതാഹസു ചതത് ഉപേഹാത ദുഹിതൃഭി ദുഹിതൃഭിരുപേതാഹ അഹസ്സോ അഹ എന്ന പ്രജാപതേർ ദുഹിതൃഭിരുപേത ഉപേത വരെ ഒന്നിച്ച് വായിക്കുക കേട്ടോ, അതാണ് നല്ലത്. പ്രജാപതേർ ദുഹിതൃഭിരുപേത അഹസ്സു ച തത് അഹസ്സു ച തത് ഭർതൃഭിരുപാസ്തേ ഇതം ചോദാഹരതി. ചോദാഹരതി എന്നതാണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ച ഉദാഹരതി. തദ്ഭഗവതോ മായാമയം രൂപം പരമസമാധിയോഗേന രമാദേവി സംവത്സരസ്യ രാത്രിഷു പ്രജാപതിർ ദുഹിതൃഭിരുപത ഉപേത അഹസ്സു ച തത് പ്രജാപതിർദുഹിതൃഭിരുപേതാഹ പ്രജാപതിർദുഹിതൃഭിരുപേത അഹസ്സു ച തത് ഭർതൃഭിരുപാസ്തേ ഇദം ച ഉദാഹരതി. പ്രജാപതിർദുഹിതൃഭിരുപേത അഹസ്സു ഉപേത നിർത്തുക, എന്നിട്ട് പിന്നെ ഹ എന്ന് വായിക്കുക. ഉപേത അഹസ്സു ച തത് ഭർതൃഭിരുപാസ്തേ ഇദം ചോദാഹരതി. 18 ഓം ഹ്രാം ഹ്രീം ഹ്രോം ഓം നമോ ഭഗവതേ ഹൃഷികേശായ സർവഗുണവിശേഷൈർ വിലക്ഷിതാത്മനെ ആകൂതീനാം ചിത്തീനാം ചേതസാം വിശേഷാണാം ചാധിപതയേ ഷോഡശകലായ ഛന്ദോമയായ. എന്നിട്ട് പിന്നെ അന്നമയായ അമൃതമയായ സർവമയായ സഹസേ ഓജസേ ബലായ കാന്തായ കാമായ നമസ്തേ ഉഭയത്ര ഭൂയാത്. ഓം ഹ്രാം ഹ്രീം ഹ്രോം ഓം നമോ ഭഗവതേ ഹൃഷികേശായ സർവഗുണവിശേഷൈർ വിലക്ഷിതാത്മനെ ആകൂതീനാം ചിത്തീനാം ചേതസാം വിശേഷാണാം ച അധിപതയെ ഷോഡശകലായ ഛന്ദോമയായ അന്നമയായ അമൃതമയായ സർവമയായ സഹസേ ഓജസേ ബലായ കാന്തായ കാമായ നമസ്തേ ഉഭയത്ര ഭൂയാത്. സ്ത്രിയോ വ്രതൈസ്ത്വാ ഹൃഷികേശ്വരം സ്വതോ ഹി ആരാധ്യ ലോകേ പതിമാശാസതേന്യം. സ്ത്രിയോ വ്രതൈസ്ത്വാ ഹൃഷികേശ്വരം സ്വതോ ഹി ആരാധ്യ ലോകേ പതിമാശാസതേന്യം താസാം ന ദേവൈ പരിപാന്ത്യപത്യം പ്രിയം ധനായോംഷി യതോ അസ്വതന്ത്ര എന്നാണ്. യതോ സ്വതന്ത്ര അവിടെ അങ്ങനെ വായിച്ചാൽ മതി, പക്ഷെ ഓർക്കുമ്പോൾ പറയുമ്പോൾ അങ്ങനെ തന്നെ നോക്കണം. 20 സവൈപതി സ്യാത് അകുതോ ഭയസ്വയം സമന്തപാതി ഭയാതുരം ജനം സയേക ഏവേതരധാമിധോ ഭയം നൈവാത്മലാഭാത് അധിമന്യതേ പരം. സവൈപാതി സ്യാത് അകുതോ ഭയസ്വയം സമന്തപാതി ഭയാതുരം ജനം സയേക ഏവേതരധാ
മിഥോ ഭയം. നൈവാത്മലാഭാത് അധിമന്യതേ പരം. നൈവാത്മലാഭാത് കഴിഞ്ഞിട്ട് അധിമന്യതേ, ആ ദായിക്കും ധീക്കും ഇടയ്ക്കൊരാ എഴുതി വെച്ചാൽ നൈവാത്മലാഭാത് അധി എന്ന് വായിക്കും. അധിമന്യതേ പരം. അല്ല, ശരിയായില്ല. നല്ല അന്യത്തെ അധിമന്യതേ ഭയം. ഹരി ഓം. നിർത്തുക.